പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ. നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ വ്യത്യസ്ത നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും മാത്രം കാര്യമില്ല. അത് പണം വളർത്തുകയില്ല. മറിച്ച് നമ്മുടെ നിക്ഷേപങ്ങൾ, നമ്മുടെ പണം വളരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിക്കോട്ടെ, ഇനി അതല്ല ബിസിനസ്സിലായിക്കോട്ടെ, ഏതു മേഖലയിലും നിങ്ങൾ പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജിയിലൂടെ മാത്രമാണ് നിങ്ങളുടെ പണം വളരുകയുള്ളൂ. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിലല്ല, മറിച്ച് ഒരു കൃത്യമായ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആ സ്ട്രാറ്റജിയിൽ ഉറച്ചു നിന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. എന്തിന് നാം നിക്ഷേപം നടത്തണം? നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ബാങ്കിലിട്ടാൽ തീർച്ചയായിട്ടും അത് സേഫാണ്. പക്ഷേ ആ സേഫായിട്ടുള്ള പണം ഒരിക്കലും വളരുകയില്ല. മറിച്ച് അത് നമ്മുടെ കയ്യിൽ വച്ചാലോ തീർച്ചയായിട്ടും അതിനും ഒരു വാല്യൂ ലഭിക്കില്ല. കാരണം ഇൻഫ്ലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ കയ്യിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെയാണ് നാം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ പർപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും പർപ്പസുകൾ വ്യത്യസ്തമായിരിക്കും. ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത്, ചില ആളുകൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ബിസിനസ് ചെയ്യണം. ആ ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ളൊരു ഫണ്ട്, ഒരു നിക്ഷേപം ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നിക്ഷേപിക്കാറുണ്ട്. രണ്ടാമതൊരു തരത്തിലുള്ള ആളുകൾ ഒരു പെൻഷൻ പ്ലാൻ എന്ന നിലയ്ക്ക് അവരുടെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ മക്കളെയോ മറ്റുള്ള ആളുകളെയോ ആശ്രയിക്കാതെ ഒരു വരുമാനം എന്ന നിലയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. ചില ആളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ വീട് വെക്കുക, ഒരു ലോങ് ടൈം, ഒരു 5 വർഷത്തിന് ശേഷം ഒരു വീട് വെക്കുക എന്നുള്ള പർപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പർപ്പസുകൾ പലതാവും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കയ്യിൽ ഒരു പണം ഉണ്ടെങ്കിൽ ആ പണം കയ്യിൽ വെക്കുകയല്ല, ബാങ്കിൽ സൂക്ഷിക്കുകയല്ല, മറിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ വളർത്തുകയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി? ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ എത്തരത്തിൽ, ഏതൊക്കെ മേഖലയിൽ, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. അത് മാത്രമല്ല, എപ്പോൾ, എവിടെ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് നിലപാടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുക്കേണ്ടത്, എത്ര നാളത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുക. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പണം വർദ്ധിപ്പിക്കലാണെങ്കിൽ പോലും കൃത്യമായ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. ഇനി എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗ്രാജുവൽ ഗ്രോത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനെ ഭയപ്പെട്ടുകൊണ്ടോ, മാർക്കറ്റിലെ ചെറിയ ക്രാഷിനെ ഭയപ്പെട്ടുകൊണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റു ഏതെങ്കിലും പൊതുവിഷയങ്ങളെ ഭയപ്പെട്ടുകൊണ്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി പോവുകയില്ല എന്നുള്ളത്. കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് തന്നെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ ആ പ്ലാനിൽ നമ്മൾ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാനിക്കായിട്ടുള്ള സെല്ലിങ്ങൾ നമ്മൾ ഒഴിവാക്കും എന്നുള്ളതാണ്. ഏറ്റവും മികച്ചതായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമുക്കൊരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ ഷോർട്ട് ടൈം പ്ലാനോടുകൂടി ഉണ്ടാവും, ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോങ് ടൈം പ്ലാനോടുകൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സെലക്ട് ചെയ്യും. ആ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും എത്ര കാലത്തേക്കാണ്, ഏത് പർപ്പസിന് വേണ്ടിയാണ് കൃത്യമായിട്ട് ഒരു ഡിഫൈൻ ചെയ്യുകയും ആ ഡിഫൈൻ ചെയ്ത കാര്യങ്ങൾ സിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഇതിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കാരണവശാലും
ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ, ആ ഫണ്ടുകൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു നിശ്ചിത പെർസെൻറ്റേജ് സ്റ്റോക്കിലാണെങ്കിൽ മറ്റൊരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റൊരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റൊരു പെർസെൻറ്റേജ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും പരിഗണിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുള്ള വ്യക്തിയുടെ പണം ഒരിക്കലും ഒരു അൺനെസസറി ആയിട്ട് വേസ്റ്റായി പോവില്ല എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാവും. അവർ മറ്റു പൊതുസമൂഹത്തിൽ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഡിസിഷൻ എടുക്കുന്നവരാവില്ല. അവർക്കൊരു ഇമോഷണൽ ഡിസിഷൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു പ്രോപ്പർ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരുടെ പർപ്പസ് ക്ലിയർ ആയതുകൊണ്ട്, അവരുടെ ഒരു പാറ്റേൺ ക്ലിയർ ആയതുകൊണ്ട്, അവർക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രോപ്പറായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്നും കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൽ കൃത്യമായ സ്ട്രാറ്റജി ഉള്ള ആളുകൾ മാത്രമാണ് ക്ലിയർ ആയിട്ടൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കൊരു മെൻ്റൽ പീസ്, ഒരു മനസ്സമാധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നിങ്ങളുടെ സമാധാനം കളയുന്ന ഒരു കാര്യമാവാൻ പാടില്ല, മറിച്ച് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു മെൻ്റൽ പീസ് തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരണം? ഇതൊരു വലിയ വിഷയമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സമ്പന്നരായിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തികളും ആ മേഖലയിൽ കൃത്യമായിട്ടുള്ള എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികളാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ടുള്ളത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 8ഓളം വരുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജികൾ പല ആളുകളും അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സ്ട്രാറ്റജികളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. വരുന്ന എപ്പിസോഡുകൾ ഈ പറയുന്ന ഓരോ സ്ട്രാറ്റജികളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.